ഹലോ ഫ്രണ്ട്സ്, ഐക്യസ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടപോലെ നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് യൂട്യൂബറായ നമ്മുടെ നിക് വ്ലോഗിന് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഞാൻ ഇന്നൊരു ചെറിയൊരു സംഭവം ചെയ്തു നോക്കാൻ പോക്കാണ്. യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ പോക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുപ്പി പെട്രോൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തുണിയും എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മച്ചാമാരെ, ഞാൻ ആ കാണുന്ന തുണി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു നിക് വ്ലോഗ് എന്ന് എഴുതാൻ പോക്കാണ്. സോ ആ ഒരു തുണിയുടെ മുകളിലേക്ക് നമ്മൾ പെട്രോൾ വയ്ക്കുന്നു, അതിന് ശേഷം നമ്മൾ കത്തിക്കുന്നു. സോ ഒരു ഇരുട്ടത്ത് നടക്കുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നിക് വ്ലോഗിന് ചെറിയൊരു ട്രിബ്യൂട്ടായിട്ട് ഞാൻ കാണുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അച്ഛന്മാരെ, ഞാൻ അങ്ങനെ ഇതാ നിക്സ് വ്ലോഗ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ക്യാമറയിൽ അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നമുക്ക് ഈ ഓരോ അക്ഷരങ്ങൾ തമ്മിലും ചെറുതായിട്ട് മറ്റൊരു തുണി വെച്ചിട്ട് യോജിപ്പിക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ തീ ഒരുമിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും കത്തുള്ളൂ. സോ നമുക്ക് ആ ഒരു സംഭവം കൂടി കണ്ടിട്ട് വരാം. ഞാനിതാ കൃത്യമായിട്ട് ഇപ്പൊ നിക് വ്ലോഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ അക്ഷരം തമ്മിൽ ചെറുതായിട്ട് മറ്റൊരു തുണി വെച്ചിട്ട് നമ്മൾ ഇപ്പൊ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണിന്റെ മുകളിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഓരോ അക്ഷരത്തിന് മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നിക് വ്ലോഗ്സ് എന്ന് എഴുതിയത് നമ്മളിതാ തീപ്പെട്ടി വെച്ച് എനിക്ക് കത്തിക്കാൻ പോക്കാണ്. സോ നമുക്ക് അതൊന്ന് കാണാം. സോ മച്ചാമാരെ, നമ്മുടെ നിക് വ്ലോഗ് ഇതാ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇതാ നിക് വ്ലോഗ് ലവ് എന്നായിട്ടുണ്ട്. സോ നിക്സ് കത്തിയിട്ടില്ല ഗൈസ്. അയ്യോ, അതിൽ നിക്സ് കത്തിയിട്ടില്ല. സോ എന്ത് പറ്റി? അയ്യോ, പണി പാളിയല്ലോ ഗൈസ്, അതിൽ നിക്സ് കത്തിയിട്ടില്ല. സോ നമുക്ക് ഒന്നും കൂടി പെട്രോൾ വെച്ചിട്ട് കത്തിച്ച് നോക്കാം. അയ്യോ, അങ്ങനെ നമ്മുടെ നിക്സ് കൂടി ഇപ്പോൾ കത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, ചെറുതായിട്ടൊന്ന് പാളിയല്ലോ. ഷടാ, നമ്മുടെ നിക്ക് കത്തിയിട്ടില്ല ഗൈസ്. ഇനി നമുക്ക് ഈ തീയാറ്റം വെച്ചിട്ട് നിക്ക് കത്തിക്കാം. ഇല്ല, കത്തുന്നില്ലല്ലോ. അയ്യോ, അങ്ങനെ നമ്മുടെ നിക്കിൻ്റെ ഐ കത്താൻ തുടങ്ങിയിട്ടുണ്ട് മെല്ലെ. മൊത്തം ഒരുമിച്ച് കത്തിയില്ല. ഷടാ. സോ മച്ചാമാരെ, നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് പാളിപ്പോൾ നിക് വ്ലോഗ്സ് എഴുതിയപ്പോൾ കുറച്ച് പെട്രോളിന് ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു. ഞാൻ ആകെ 60 ഉറുപ്പ്യക്കാണ് പെട്രോൾ വാങ്ങിയത്. സോ ഈ 60 ഉറുപ്പ്യക്ക് പെട്രോൾ വാങ്ങിയിട്ടാണ് ഞാൻ നിക് വ്ലോഗിന് മൊത്തമായിട്ട് ഒഴിച്ചത്. പക്ഷേ ഐ ലവ് നിക് വ്ലോഗ് മൊത്തം കത്തി, പക്ഷെ ആ നിക്ക് മാത്രം ബാക്കിയായി പോയി. സോ നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷെ കുറച്ചും കൂടി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ നിക് വ്ലോഗ് മൊത്തമായിട്ട് എഴുതി കാണിക്കാമായിരുന്നു. സോ ഈ വീഡിയോ നിക് വ്ലോഗ് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് നിക്. ചെറുതായിട്ടൊന്ന് സൗണ്ട് മാറിപ്പോകുന്നുണ്ട്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് നിക് വ്ലോഗ്. സോ ഈ നിക് വ്ലോഗ് ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്താൽ എനിക്ക് അത്രയും വലിയ സന്തോഷമേ ഉള്ളൂ. സോ എല്ലാവരും ഹാഷ്ടാഗ് ചെയ്യുക നിക് വ്ലോഗ് എന്ന്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. എനിവേ നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ നിക്ക് ഒന്നും കൂടി എഴുതിനെങ്കിൽ കിടിലായാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വേർത്ത് കുളിച്ച്. സോ ഈ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, കാരണം എന്താ വെച്ചാൽ false ആയ ഒരു വീഡിയോ ആണ്. സോ എനിവേ കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ സൈൻ ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ ഐകെഎസ് മലയാളം. ഇതിലും നല്ല കിടിലം വീഡിയോസുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നേക്കും. സോ കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ സൈൻ ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ ഐകെഎസ് മലയാളം. ലവ് യു ഓൾ.
ഇതിനൊക്കെ ശേഷം നിക് വ്ലോഗ് എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണ്. സോ എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടെ തീ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ എനിവേ ഇതൊരു ബ്ലൂ പോസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം.